1957 തിരഞ്ഞെടുപ്പ് ഫെബ്രുവരി അവസാന വാരം കേരളത്തിലെത്തിയ നെഹ്റു കമ്മ്യൂണിസ്റ്റുകാരെ അതിനിശിതമായി വിമർശിച്ചു. ഈയിടെ വായിച്ച ഏറ്റവും കൗതുകകരമായ രേഖ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പത്രികയാണ്. ഭൂമിയിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്ന് അവർ വാഗ്ദാനം ചെയ്യുന്നു. സൂര്യചന്ദ്രന്മാരെയും നക്ഷത്രങ്ങളെയും നൽകാമെന്ന് കൂടി പറയാമായിരുന്നില്ലേ? നെഹ്റു പരിഹസിച്ചു. അവർ പുതിയ വ്യവസായങ്ങളെ പറ്റിയും ഭൂഗർഭ ഗവേഷണത്തെ പറ്റിയും പറയുന്നു. ജിയോളജിയിൽ ബിരുദമുണ്ടായിരുന്ന നെഹ്റു തുടർന്നു. എല്ലാ കമ്മ്യൂണിസ്റ്റുകാരെക്കാളും ഭൂഗർഭ ഗവേഷണത്തെക്കുറിച്ച് എനിക്കറിയാം. ആറ്റം ശക്തി ഉണ്ടാക്കാനാകുന്ന മണ്ണും ധാതുക്കളും ഇവിടെയുണ്ട്. ഉത്തരവാദിത്വ ബോധമില്ലാത്ത ഇവരുടെ കയ്യിൽ അതെല്ലാം കിട്ടിയാൽ ചിന്ന ഭിന്നമായി പോകും. അഞ്ചാണ്ടിന് ശേഷം കോട്ടയത്ത് മറ്റൊരു ഫെബ്രുവരിയിൽ അടുത്ത തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിനായി നെഹ്റു എത്തി. ബിഷപ്പുമാർ അന്നൊരു ഇടയലേഖനം ഇറക്കിയിരുന്നു. കമ്മ്യൂണിസ്റ്റുകാർക്ക് വോട്ട് ചെയ്യരുതെന്നായിരുന്നു ഇടയലേഖനം. നെഹ്റു ശക്തമായി വിമർശിച്ചു. ബിഷപ്പുമാർ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതും ആർക്കെങ്കിലും വോട്ട് ചെയ്യാൻ നിർദ്ദേശിക്കുന്നതും ശരിയല്ല. രാജ്യത്തിന്റെ വികസനവും പഞ്ചവത്സര പദ്ധതികളും മുന്നോട്ട് വെച്ച് അക്കാലം നെഹ്റു വോട്ട് തേടി.